ഹായ് ഫ്രണ്ട്സ്, CGL 2025 Tier 1 കഴിഞ്ഞിരിക്കുകയാണ്. Tier 1ൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല ആൾക്കാരും Tier 2 ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ Tier 2 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർ Tier 1ൻ്റെ മാർക്ക് കുറവായതുകൊണ്ട് തന്നെ ഈ വർഷത്തെ CGLനെ നോക്കിയിട്ട് കാര്യമില്ല, 2026 CGLന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. CGL 2025 നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത പല ആൾക്കാർക്കും മാർക്ക് കുറയാൻ കാരണം ഇംഗ്ലീഷിൽ അവർ വിചാരിക്കാത്ത അത്ര മാർക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ CGL 2026 വേണ്ടിയിട്ട് ഏത് രീതിയിൽ ഇംഗ്ലീഷ് നമ്മളൊരു ഇനിയുള്ളൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 6-7 മാസം ഇനിയുള്ള ഏത് രീതിയിൽ നമ്മൾ പ്രോപ്പർ സ്ട്രാറ്റജിയോടുകൂടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CGL 26 ഇതേ ലെവൽ ഓഫ് എക്സാം ആണെങ്കിൽ ഒരു 35-40 മാർക്കിൻ്റെ അടുത്ത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് Tier 1 ഇംഗ്ലീഷിന് സ്കോർ ചെയ്യാൻ പറ്റും എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം CGL 2026 ഒരു ബിഗിനർ ആണെങ്കിൽ പോലും CGL 2026 ഈവൻ നമ്മൾ ഇതുവരെ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്കൊരു 6 മാസം മതി നോർമലി ഇംഗ്ലീഷ് എന്നത് വളരെ 0 ലെവലിൽ നിന്നും നമുക്കൊരു അത്യാവശ്യം നല്ല ലെവലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ നമ്മൾ മലയാളത്തിൽ നമ്മളൊക്കെ സംസാരിക്കുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ ചെറുപ്പം തൊട്ടേ നല്ല രീതിയിൽ നോവലും ഷോർട്ട് സ്റ്റോറീസും ബുക്സും ന്യൂസ് പേപ്പേഴ്സും എല്ലാം വായിച്ച് വന്നിട്ട് മലയാളത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ഇംഗ്ലീഷും കവർ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം 50 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും 40ൻ്റെ മുകളിൽ സ്കോർ എന്തായാലും കിട്ടും. അവർക്ക് നേരെ മറിച്ച് ഗ്രാമർ റൂൾസ് അറിഞ്ഞിട്ടുണ്ടാവില്ല, അവർക്ക് എന്തുകൊണ്ടാണ് ക്ലോസ് ടെസ്റ്റിൻ്റെ റൂൾസ് അറിയുണ്ടാവില്ല, ഇതൊന്നും അറിയണ്ടാവില്ല. പക്ഷേ അവർക്കത് കിട്ടും. അവർക്ക് അതിൻ്റെ റൂൾസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല, അവർക്ക് കിട്ടും. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് അങ്ങനെ വൊക്കാബിന് വേണ്ടിയിട്ട് കുറച്ച് ലെവൽ ഓഫ് പ്രിപ്പറേഷൻ, ഇഡിയംസിലും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ടൊക്കെ കുറച്ച് ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വേണമെന്നല്ലാതെ അതിൽ കൂടുതലുള്ളൊരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അവർക്ക് ആവശ്യം ഉള്ളതല്ല. സോ ഞാൻ ഈ പറയുന്നത് ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു ബിഗിനർ ലെവലിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ അപ്പ് ചെയ്ത് വരാമെന്നുള്ളതാണ്. സോ ഇംഗ്ലീഷ് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വൊക്കാബുലറി പോർഷൻ, രണ്ടാമത്തത് ഗ്രാമർ പോർഷൻ, മൂന്നാമത്തത് നമുക്ക് കോംപ്രിഹെൻഷൻ പോർഷനിൽ വരുന്ന കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ് ആൻഡ് PQRS. ഇത് മൂന്നും ഒരു കോംപ്രിഹെൻഷൻ ലെവലായിട്ട് അല്ലെങ്കിൽ ഒരു പാസേജ് ലെവലായിട്ട് വരുന്ന പോർഷൻസ്. ഇത്രയായിട്ട് നമുക്ക് ഇംഗ്ലീഷിനെ ഡിവൈഡ് ചെയ്യാം. ഇത് ഓരോന്നും എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. വൊക്കാബ് എങ്ങനെ പഠിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. വൊക്കാബിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോഴ്സ് മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ബ്ലാക്ക് ബുക്ക് പറയാറുണ്ടായിരുന്നു. ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCS പാറ്റേണിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും എല്ലാ വൊക്കാബ് ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു കോമ്പൻഡിയമാണ് ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ആ ഒരു ബ്ലാക്ക് ബുക്കിന് റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം TCSൻ്റെ അതേ ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ബുക്ക് വേണം. വൊക്കാബ് എന്നത് സിനോണിമിനെ സംബന്ധിച്ചിടത്തോളം കടൽ പോലെ കിടക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പഠിക്കേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് യൂസ് ചെയ്യാം. അത് ബ്ലാക്ക് ബുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ബുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ബുക്കാണെങ്കിലും അതൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു 1500ഓളം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഒരു 1500ഓളം ഇഡിയംസ് ആൻഡ് ഫ്രേസസും ഡെഫിനറ്റ്ലി ഉണ്ടാവണം. സിനോണിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ കണക്ക് ഞാൻ പറയുന്നില്ല. സിനോണിം ഡെഫിനറ്റ്ലി നമുക്ക് പഠിച്ച് വരാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ മറ്റത് രണ്ടാളും നമ്മൾ എന്തായാലും ഈ 1500 എണ്ണം കവർ ചെയ്തേ പറ്റും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വൊക്കാബിന് വേണ്ടി യൂസ് ചെയ്യാം. വൊക്കാബിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് തൊട്ട് പുറകിലുള്ള 3 ദിവസം നിങ്ങൾ എന്താണോ വൊക്കാബ് പഠിച്ചത് അത് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. മസ്റ്റാണ്. വൊക്കാബിനെ സംബന്ധിച്ചിടത്തോളം GKനെ സംബന്ധിച്ചിടത്തോളം റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല. അപ്പോൾ ഒരു 1/4 മണിക്കൂർ നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്ത് 1.25 മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ 5 മിനിറ്റ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ 1 മണിക്കൂർ 20 മിനിറ്റായി. ലാസ്റ്റ് 10 മിനിറ്റ് അന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണോ അത് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. വൊക്കാബ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, സിനോണിം ഡിവൈഡ് ചെയ്യുക, അന്റോണിം നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാം. പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്നും നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഇഡിയംസ് ആൻഡ് ഫ്രേസസിനും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. സിനോണിം നമുക്ക് വളരെ കുറച്ച് എണ്ണം മാത്രമേ ഒരു ദിവസം എന്താക്കാൻ പറ്റൂ, പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. സോ ഇങ്ങനെ നിങ്ങൾ പ്രോപ്പർലി റിവൈസ് ചെയ്ത് കൊണ്ടുപോവുക. റിവൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഓരോ 2 ആഴ്ച കഴിയുമ്പോഴും നിങ്ങൾ ഏലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തൊട്ട് നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യണം. ഓരോ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ കൊടുക്കുന്ന 1.5 മണിക്കൂർ, ഒരു 2-3 ദിവസത്തെ 1.5 മണിക്കൂർ പുതിയതൊന്നും പഠിക്കാതെ നിങ്ങൾ ആ Day 1 തൊട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർലി റിവൈസ് ചെയ്ത് കൊണ്ടുവരാം.
ഒരു മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റിവൈസ് ചെയ്യണം. അത് ലാസ്റ്റ് 2 ആഴ്ചത്തെ റിവൈസ് ചെയ്യുമ്പോൾ തൊട്ട് റിവൈസ് ചെയ്യണം. ഇങ്ങനെ പ്രോപ്പർലി നിങ്ങൾ റിവിഷൻ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏത് ബുക്കാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ സിനോണിം നിങ്ങൾക്ക് പക്കാ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അത് എത്തുന്ന ലെവലിൽ എത്തിക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം നിങ്ങളോട് മറന്നു പോകും. മറന്നു പോവാതിരിക്കാനാണ് പ്രോപ്പർലി റിവിഷന് ഈക്വൽ ഇമ്പോർട്ടൻസ് പുതിയത് പഠിക്കുന്നത്ര. അപ്പം പുതിയത് കൂടുതൽ പഠിക്കാനായില്ലെങ്കിലും കുഴപ്പമില്ല, പഴയത് റിവിഷൻ ചെയ്താൽ. ഇപ്പോൾ നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 മാസം കഴിഞ്ഞ് വേണ്ടി നിങ്ങൾ ഓൾമോസ്റ്റ് സിയിലോ ഡിയിലോ എത്തിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം നിങ്ങൾ പുതുതൊന്നും പഠിക്കാതെ എ മുതൽ ഡി വരെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഓക്കെ, എന്തായാലും അതിന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തൊരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇടവേളകളിൽ ക്യൂസസ്, വൊക്കാബിൻ്റെ ക്യൂസസ് എന്തായാലും കണ്ടക്ട് ചെയ്യും. വൊക്കാബിൻ്റെ ക്യൂസസ് കണ്ടക്ട് ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും. ആദ്യത്തെ ദിവസം എ ആണെങ്കിൽ ആദ്യ ദിവസം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു വീക്ക് കൊടുക്കും. ആ വീക്കിൽ എ ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ബി ആയിരിക്കും, അടുത്ത നെക്സ്റ്റ് വീക്കിൽ സി ആയിരിക്കും, അതിൻ്റെ അടുത്ത വീക്കിൽ ഡി ആയിരിക്കും, അടുത്ത വീക്കിൽ ഇൻ്റെ കൂടെ എയും കൂടി വരും. അപ്പോൾ ഇൻ്റെ കൂടെ എയും കൂടി വരുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി റിവിഷൻ വന്നിട്ടില്ലെങ്കിൽ വീണ്ടും അതെന്ത് വരും? ഞാൻ ഈ പറഞ്ഞ രീതിയിൽ റിവൈസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റിവിഷൻ ഈ പറഞ്ഞോണം വരും. അതുപോലെ തന്നെ ഒരു ക്യൂലൊക്കെ എത്തിക്കഴിഞ്ഞാൽ QFA എന്ന് പറഞ്ഞാൽ 3 വേർഡ്സും കൂടി 3 ലെറ്റേഴ്സും കൂടി ഒരുമിച്ച് റിവിഷൻ വരും. അപ്പം ക്യൂലെത്തുമ്പോൾ അതായത് നിങ്ങൾക്ക് ആദ്യം പഠിച്ചതൊന്നും ഒരിക്കലും കൃത്യമായിട്ട് ആ ക്യൂസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതേ രീതിയിൽ എത്തുന്ന രീതിയിലുള്ള ഒരു ക്യൂസ് നമ്മൾ എന്തായാലും ഫ്രീ ആയിട്ട് 2026 ആസ്പിരൻസിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കാം. ശരി, സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഗ്രാമറിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബേസിക് ഗ്രാമർ റൂൾസിൻ്റെ വീഡിയോ കാണുക. ഒരു പെർഫെക്റ്റ് വീഡിയോ കാണുക. ഒരു 100 റൂൾസ് അല്ലെങ്കിൽ 100-120 റൂൾസ്, 135 റൂൾസ് ഉള്ള നിങ്ങളൊരു വീഡിയോ കാണുക. ആ വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് കാണുക. ഗ്രാമർ റൂൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗ്രാമർ റൂൾസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ടോപ്പിക് വൈസ് ആയിട്ട് ടെസ്റ്റ് എടുക്കുക. സോ ടോപ്പിക് വൈസ് ആയിട്ട് ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ബുക്ക് എന്ന് പറഞ്ഞാൽ കിരൺ പ്രകാശിൻ്റെ 1997 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ബുക്കുണ്ട്. അത് 2017-2018 വരെയുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയ ബുക്ക് കിട്ടിയാൽ മതി. നേരെ മറിച്ച് 2017 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്കുണ്ട്, അത് കിട്ടിയിട്ട് കാര്യമില്ല. അതിൽ TCS പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതല്ല ഇപ്പം ചോദിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ബുക്ക് ഇതാണ്. ഇതിലും നല്ല ബുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേതെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലിട്ടേക്കാം. സോ ഗ്രാമർ റൂൾസ് പെർഫെക്റ്റ്ലി ബൈ ഹാർട്ട് ആക്കുക. ഗ്രാമർ റൂൾസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യമില്ല. സോ ഗ്രാമർ റൂൾസ് പഠിച്ചിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് ഇതിൽ ടെസ്റ്റ് ചെയ്യണം. ടോപ്പിക് വൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 3/4 മണിക്കൂർ ഇതിന് വേണ്ടി മാറ്റി വെക്കാം. സോ ഈ 3/4 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുന്ന സമയത്ത് ഓരോരോ സെക്ഷൻ എടുക്കുക. അപ്പം ഈ നമ്മൾ കോംപ്രിഹെൻഷനും ഇതും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗ്രാമറിലാകെ വളരെ കുറച്ച് സാധനങ്ങളുണ്ടാവും. സ്പെല്ലിങ്, ആക്റ്റീവ് പാസീവ്, റിപ്പോർട്ടഡ് സ്പീച്ച്, കോമൺ എറേഴ്സ്, 4-5 ഏരിയസ് മാത്രമേ ഉണ്ടാവും. ഈ 4-5 ഏരിയസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 50 ക്വസ്റ്റ്യൻ എടുക്കുക. ആ 50 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ റൗണ്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ബുക്ക് കയ്യിൽ വേണമെന്ന് പറയുന്നത്. അതിൻ്റെ റെലവൻറ്റ് ഗ്രാമർ റൂൾസ് അവിടെ എഴുതി വെക്കുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഏതാണെങ്കിലും അടുത്ത ദിവസം വീണ്ടും അതേ ടോപ്പിക്ക് 50 എടുക്കുക. നെക്സ്റ്റ് ഡേ ടോപ്പിക്ക് മാറ്റാം. സോ ഇങ്ങനെ ടോപ്പിക്ക് മാറ്റി നിങ്ങൾക്ക് ഓരോ ദിവസം 3/4 മണിക്കൂർ ഇങ്ങനെ ടോപ്പിക്ക് മാറ്റി കൊണ്ടുപോകാം. നിങ്ങൾ റൗണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പിന്നീട് റിവൈസ് ചെയ്താൽ മതി. ഇതൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും കംപ്ലീറ്റ് ചെയ്യാം. ഈ 2 ബുക്ക് തന്നെ ഓൾമോസ്റ്റ് ഒരു 2000-ഓളം കോമൺ എറേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആക്റ്റീവും പാസീവും ഒക്കെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 6 മാസം കവർ ചെയ്യാനുള്ള സംഭവം അതിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ഗ്രാമർ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ വീതം ഗ്രാമർ റൂൾസിൻ്റെ അത്യാവശ്യം ടഫായിട്ടുള്ള കണ്ടീഷണൽ റൂൾസൊക്കെ വരുന്ന സംഭവങ്ങൾ വരുന്ന റൂൾസിൻ്റെ ക്വിസും നമ്മൾ ഡെയിലി കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഏരിയ ആണ് നമ്മൾ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. കോംപ്രിഹെൻഷൻ, ക്രോസ് ടെസ്റ്റ്, PQRS. ഈ കോംപ്രിഹെൻഷൻ, ക്രോസ് ടെസ്റ്റ്, PQRS പറഞ്ഞാൽ വായിച്ച് ശീലമുള്ള, നന്നായിട്ട് ഡെയിലി പേപ്പർ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസിലി അവർ ക്യാൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ 3 സാധനങ്ങളും. അപ്പോൾ അതില്ലാത്ത ഒരാൾക്കാർക്കും അതിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം Tier 1 തന്നെ കോംപ്രിഹെൻഷനും ക്രോസ് ടെസ്റ്റും മിക്സ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, PQRSും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 6 മാസം കൊണ്ട് പേപ്പർ വായിച്ചാൽ ശീലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ പേപ്പർ വായിച്ചാൽ തന്നെ നമുക്കൊരു 1.5 മണിക്കൂർ പേപ്പർ വായിക്കും, അതിൽ നിന്നുള്ള കോംപ്രിഹെൻഷനും ബാക്കിയൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്രിഹെൻഷനും ക്രോസ് ടെസ്റ്റും PQRSും തന്നെ പ്രാക്ടീസ് ചെയ്യാം. സോ കിരണിൻ്റെ ആ ബുക്ക് തന്നെ വെച്ചിട്ട് നിങ്ങളൊരു ദിവസം ഒരു മണിക്കൂർ കോംപ്രിഹെൻഷൻ, ക്രോസ് ടെസ്റ്റ്, PQRSന് കൊടുക്കുക. അത് 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊടുക്കുക. അത് ഈക്വലി ഡിവൈഡ് ചെയ്യുക. 20 മിനിറ്റ് ഡിവൈഡ് ചെയ്ത് 20 മിനിറ്റ് നിങ്ങൾ കോംപ്രിഹെൻഷൻ ചെയ്യുക. ഒരു പാസേജ് വായിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താ വെച്ചാൽ ആൻസർ ചെയ്യുക. ആദ്യമൊക്കെ നന്നായിട്ട് എറർ വരും. ആദ്യത്തെ ഒരു മാസമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എറർ വരും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് എറർ കുറയുന്നത് പോലെ തോന്നും. അതായത് നമ്മളൊരു പേപ്പർ വായിക്കുന്നതിന് പകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകരമല്ല. പക്ഷേ എന്നാലും നമ്മൾ ആ പാസേജ് വായിച്ച് ഡെയിലി ഇംഗ്ലീഷ് വായിച്ച് ആ പാസേജ് നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്ത് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങുന്നതിന് ശേഷം, ഇപ്പോൾ PQRSും പാസേജ് പോലെ തന്നെയാണല്ലോ, നമ്മളത് പാസേജ് വായിച്ച് അത് ഓർഡറിലാക്കുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് അതിൽ എറർ നന്നായിട്ട് കുറയുന്നത് പോലെ ഫീൽ ചെയ്യാൻ പറ്റും. ഇതും നമ്മൾ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നമ്മളിങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. തൊട്ട് തലേ ദിവസത്തെ ഹിന്ദു എഡിറ്റോറിയൽ എന്താണോ, അല്ലെങ്കിൽ തലേ വീക്കിലെ ഹിന്ദു എഡിറ്റോറിയൽ എന്താണോ, ആ ഹിന്ദു എഡിറ്റോറിയൽ നമ്മൾ പാസേജ് ആയിട്ട് തരും. ആ ഹിന്ദു എഡിറ്റോറിയലിനുള്ള 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കോംപ്രിഹെൻഷനിലെ 5 പാസേജിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും ക്വിസ് ഫോമിൽ നമ്മളെ ഗ്രൂപ്പിൽ തരും. അപ്പോൾ ഒരു പാസേജ് ഒരു 2 PQRS ക്വസ്റ്റ്യൻസും ഒരു ക്ലോസ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും ഒരു ക്വിസ് ഫോമിൽ നമ്മൾ ആ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടാവും. ആ ടെലിഗ്രാം ഗ്രൂപ്പ് ഫ്രീ ആണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ 2026 CGL Tier 1 ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യാൻ, ബിഗിനേഴ്സിനല്ല, ഇനി ചില ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നല്ല പ്രോ ലെവലുള്ള ആൾക്കാരാണ്, അതായത് 1-2 വർഷമായി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. 1-2 വർഷമായി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാക്ടീസ് വേണ്ടി വരും ഡെയിലി. അപ്പോൾ ഡെയിലി വേണമെങ്കിൽ ഇംഗ്ലീഷിൻ്റെ സെറ്റ് ഇതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഓൾമോസ്റ്റ് ഒരു 25 ക്വസ്റ്റ്യൻസിലധികം ഇതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ദിവസം കിട്ടും. ഒരു സെക്ഷനിൽ കിട്ടുന്ന പോലെ തന്നെ സംഭവങ്ങൾ ഇതിലും കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോരാൻ നല്ലതാണ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, അതിൻ്റെ സൊല്യൂഷൻ വരും, എല്ലാ സംഭവങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. എല്ലാ മലയാളീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിലൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് എന്തായാലും ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. സോ ഫ്രീ ആണ്, എല്ലാവരും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് 2026 ഡിസൈഡ് ചെയ്യുന്നത്, ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ CGL എക്സാമും ഡിസൈഡ് ചെയ്യുന്നത് എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കും. സോ 2026 ഒരു 40 മാർക്കിൻ്റെ മുകളിൽ എന്തായാലും ഇംഗ്ലീഷിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്ന കണ്ടൻറ്റ് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം പോരാ. അതിന് പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ ബുക്കുകളും നിങ്ങൾ വായിക്കണമെന്ന് പറയുന്നത്. ആ ബുക്കുകളെല്ലാം നിങ്ങൾ വായിക്കുക. ആ ബുക്കുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്തിടുന്നത്, ടെലിഗ്രാം ഗ്രൂപ്പിലാക്കി ഇടുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ വോയിസ് ആയിട്ടും ഒക്കെ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് 2026 CGL നിങ്ങളുടേതാക്കി മാറ്റാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.